ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് നല്ല അടിപൊളിയായിട്ടൊരു വെണ്ടയ്ക്ക പുളി നാളികേരം ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഇത് മറ്റേ ലക്ഷ്മി നായർ ഉണ്ടാക്കിയത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ശരിക്കും പറയാലോ നല്ല ടേസ്റ്റിയാണ്. അവർ കാണിച്ചു തന്ന പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാവും. വെണ്ടയ്ക്ക ഇതുപോലെ ഈ സൈസിൽ കട്ട് ചെയ്യണം. നമ്മുടെ വെണ്ടയ്ക്ക പുളിക്ക് ഇതിലും ചെറുതാണ്, പക്ഷേ ഇതിന് ഒരു മീഡിയം സൈസിൽ. എന്നിട്ട് എണ്ണയിൽ വറുത്ത് കോരുക. നമുക്കിതിലൊന്നും മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലെയിനായിട്ട് തന്നെ ക്രിസ്പായിട്ട് വറുക്കരുത്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ പോയി കിട്ടണം. അങ്ങനെ വറുക്കാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഞാൻ വറുത്തെടുക്കുകയാണ്. ഇതുപോലെ ക്രിസ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം വറുത്തെടുക്കാം നമുക്ക്. എണ്ണ കൂടുതലെടുത്താൽ പിന്നെ എണ്ണ ബാക്കിയാവും. അതുകൊണ്ടാണ് ഞാൻ അധികം എണ്ണ എടുക്കാത്തത്. ഇപ്പോൾ ദാ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി എണ്ണ ഇരിക്കട്ടെ, നമുക്ക് കടുക് വറുക്കാൻ എടുക്കാം. ഇനിയിപ്പോൾ ഇതിന് ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഒരു 1½ ടേബിൾ സ്പൂൺ ചനാദാൽ, നമ്മുടെ കടലപ്പരിപ്പും 1½ ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു ½ ടീസ്പൂൺ ഉലുവയും, ഒരു 4 വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു നാരങ്ങ സൈസ് പുളി ഇതാ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ പുളിവെള്ളം പിഴിയാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുളിവെള്ളം റെഡിയായി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ബോയിൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ പുളിവെള്ളത്തിലാണ് നമ്മുടെ വെണ്ടയ്ക്ക വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴത്തേനും നമ്മുടെ മസാല ഒക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തതെല്ലാം തണുത്തു. അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ½ ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പുളിവെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങട്ടെ. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഇതിൽ കിടന്ന് കുക്കാവട്ടെ. അപ്പോൾ വെണ്ടയ്ക്ക ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഒരു 3-4 മിനിറ്റായി. ഇനി ഞാനിപ്പോൾ നമ്മുടെ പേസ്റ്റ്, ആ പൗഡർ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയാണ് എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ്ലി പൗഡർ ആഡ് ചെയ്താൽ ചിലപ്പോൾ അത് കട്ടിയായിപ്പോവും. അതുകൊണ്ടാണ് വെള്ളത്തിൽ അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആഡ് ചെയ്യുന്നത്. ഓൾറെഡി കടലപ്പരിപ്പും ഒരു തിക്കനിങ് ഏജൻറ്റും ആണല്ലോ. അപ്പോൾ അത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 3 to 4 മിനിറ്റ്സ് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണും ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ പുളിയും മധുരവും എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാ കറി റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കടുക് വറുക്കുകയാണ്. നമ്മുടെ കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടാണ് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി കറിയാണ്. നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല. ഉച്ച ഊണിന് നല്ല ഒരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ ലക്ഷ്മി നായരുടെ റെസിപ്പി കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാണാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.